കഴിഞ്ഞ ദിവസം ധന്യയുടെ സ്റ്റുഡൻസിൻ്റെയും ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം, മാഗടി റോഡിൽ, മാഗടി ടൗണിൽ തന്നെയാണ് ഇത്. ഗൈസ് കറണ്ടില്ല, ഗൈസ് കറണ്ടില്ല ഗൈസ്. അത് കാരണം പിള്ളേർ ഇതാ ഇങ്ങനെ എമർജൻസി ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇന്നോട് ഇന്നോട് രണ്ടുപേര് ഓഫീസിൽ നിന്ന് വന്നിട്ട് വെച്ചുന്നതേ അവർ കൊടുത്ത സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എടുത്തോ, ബിസ്ക്കറ്റ് എടുത്തോ. ഒരാൾ ഇരിക്കണണ്ട, കാണുന്നില്ല. ജിജോ സാറാണ് കേട്ടോ, കാണുന്നില്ല. ജിജോ സാറിൻ്റെ മൊബൈൽ മാത്രമേ കാണുള്ളൂ. ശരിക്കും പകലൊക്കെ ആണെങ്കിൽ നല്ല എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയതായിരുന്നു. പകലൊക്കെ ഒരുമിച്ച് ഇതുണ്ട്. ഇവിടെ കുറച്ച് ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ ടോർച്ച്? എന്താ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പകലായിരുന്നു വെച്ചെങ്കിൽ കാണിക്കായിരുന്നു അല്ലേ. ഒരു ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയേക്കണ വീടാണ് ഇവരുടെ തറവാടാണ് തോന്നുന്നു. ഹരിപ്രിയയുടെ സിസ്റ്ററും കൂടി വരച്ച ഡ്രോയിങ് ആണ്. അയ്യോ അത് ഇതായില്ല, ബ്ലറായിപ്പോയി. അച്ഛൻ്റെ കോസ്റ്റ്യൂം കൊണ്ട് നല്ല അടിപൊളി, നല്ല ഗ്രീൻ വിത്ത് അല്ല റെഡ് വിത്ത് ഗ്രീൻ അല്ലേ. ഇതാ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അമ്മ, അമ്മയും മോളാണ്. അമ്മയും മോള് ഒരുമിച്ചാണോ കളിക്കണം? അല്ല, ലൈറ്റ് ബോയ്, ലൈറ്റ് ബോയ്. കൊടമാണ് കൊടം. അതും ഹരിപ്രിയൊക്കെ ചെയ്തായിരിക്കും അല്ലേ. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ധന്യായിരുന്നു മേക്കപ്പൊക്കെ. കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ കളറൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വിസ്മയുടെയൊക്കെ എക്സാം കഴിഞ്ഞു, അവളും ഒക്കെ ഫ്രീ ആയായിരുന്നു. അതാണ് ഇത്തവണ കളിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് ചെയ്ത്. നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ഈ അമ്പലത്തിലെ പ്രദക്ഷിണമൊക്കെ കണ്ടു. ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രമാണിത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. 1500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇത് തെക്കൻ തിരുപ്പതി എന്നുകൂടി ഇതിന് പേരുണ്ട്. അതിപുരാതന ക്ഷേത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ അകമൊക്കെ കാണാൻ വളരെ മനോഹരമാട്ടോ. അഷ്ടലക്ഷ്മി വിഗ്രഹങ്ങളും ദശാവതാരം അതിൻ്റെ വിഗ്രഹങ്ങളും ഒക്കെ നിരത്തി ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല മനോഹരമായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ നടന്ന് കണ്ടു. വിശേഷാൽ പൂജകളൊക്കെ അവിടെ നടക്കുകയായിരുന്നു. जायते नारायणाद्रुद्रो जायते नारायणादिन्द्रायणः ऊर्ध्वश्च नारायण. കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൂജ കഴിഞ്ഞിട്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. 2 ചെറിയ കുട്ടികളുടെ പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവർ അങ്ങനെ ധാവണിയൊക്കെ എടുത്ത് നിൽക്കണ കാണാനായിട്ട്. പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല 2 സുന്ദരി കുട്ടികളുടെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഗണേശ സ്തുതിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുങ്ങളെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ധന്യ ദീപം തെളിയിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ധന്യയുടെ കൂടെ നിൽക്കുന്നതാണ് ഹരിപ്രിയയുടെ അമ്മ. ഇതാണ് ഹരിപ്രിയ ധന്യയെ ഷാളൊക്കെ അണിയിച്ച് നമസ്കാരമൊക്കെ ചെയ്തിട്ടാട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്.
गणपतिं भावये आनन्दनर्तन गणपतिं भावये आनन्दनर्तन गणपतिं भावये सदानन्दनर्तन गणपतिं भावये सदानन्दनर्तन गणपतिं भावये परमानन्दनर्तन गणपतिं भावये परमानन्दनर्तन गणपतिं भावये शिवाकार मूलाधार പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ പൂജാരി എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡാൻസ് കളിച്ച എല്ലാവരെയും അവിടെ ആദരിച്ച് കുറച്ച് ഗിഫ്റ്റും പ്രസാദമൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ പാരൻസും എടുക്കുകയായിരുന്നു. നല്ല തണുപ്പാണ്, മഴയും പെയ്ത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് ഹരിപ്രിയയുടെ വീട്ടിൽ അവർ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ പ്രസാദമൊക്കെ നൽകിയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കുങ്കുമം നൽകുന്ന ചടങ്ങ് അത് എല്ലാ വീട്ടിലും ചെല്ലുമ്പോഴും ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. ഹരിപ്രിയ എല്ലാ കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയുണ്ടായിരുന്നു കേട്ടോ. അത് വലിയ സർപ്രൈസായിപ്പോയി എല്ലാവർക്കും. അവരുടെ ചിലങ്ക ഇടാനുള്ള ഒരു ജ്യൂട്ട് ബാഗായിരുന്നു. നല്ല സൂപ്പർ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.